അന്താരാഷ്ട്ര നീതിന്യായ കോടതിക്ക് അമേരിക്കയിൽ ഉപരോധം ഏർപ്പെടുത്തി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ICC ഉദ്യോഗസ്ഥരുടെ വിസയും റദ്ദാക്കും. അമേരിക്കയ്ക്കും ഇസ്രായേലിനുമെതിരെ നിയമവിരുദ്ധ നീക്കങ്ങൾ ICC നടത്തുന്നുവെന്നാണ് ട്രംപിന്റെ ആരോപണം. എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെയാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതിക്ക് അമേരിക്കയിൽ ട്രംപ് ഉപരോധം ഏർപ്പെടുത്തിയത്. അമേരിക്കയ്ക്കും ഇസ്രായേലിനുമെതിരെ അടിസ്ഥാനരഹിതവും നിയമവിരുദ്ധവുമായ നടപടികൾ ICC സ്വീകരിക്കുന്നു എന്നാണ് ട്രംപിന്റെ നിലപാട്. സാമ്പത്തിക ഉപരോധവും ക്രിമിനൽ കോടതി കേസുകൾ അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് അമേരിക്കയിൽ തുടരാനുള്ള വിസയും റദ്ദാക്കി. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ അന്താരാഷ്ട്ര നീതിന്യായ കോടതി വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു. എല്ലാവരെയും തുല്യരായി കാണുന്നുവെന്ന് വരുത്തി തീർക്കാൻ അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഒരേ സമയം ഇസ്രായേലിനും ഹമാസിനുമെതിരെ വാറണ്ട് പുറപ്പെടുവിച്ചുവെന്നും പരാമർശിച്ച് വൈറ്റ് ഹൗസ് മെമ്മോ പുറത്തുവന്നിരുന്നു. സ്വയം പ്രതിരോധിക്കാനുള്ള ഇസ്രായേലിന്റെ അവകാശത്തെ ICC അംഗീകരിക്കുന്നില്ല. നടപടി അധാർമികമെന്നും വൈറ്റ് ഹൗസ് മെമ്മോ പരാമർശിച്ചിരുന്നു. നീതിന്യായ കോടതി രൂപീകരിച്ച റോം സ്റ്റാറ്റ്യൂട്ടിൽ അമേരിക്ക അംഗമല്ല. രൂപീകൃതമായതു മുതൽ കോടതി നിരവധി തവണ അമേരിക്കയുടെ പരമാധികാരത്തിൽ കടന്നുകയറുന്നുവെന്നും ട്രംപ് ആരോപിക്കുന്നുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.